സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂറിംഗ് ഇതുപോലെ കണ്ടിട്ടുണ്ടോ? സംഭവം രണ്ടാമതായി വിഴിഞ്ഞത്ത് വന്ന് കണ്ടെയ്നറുകൾ കയറ്റിപ്പോയ മാരിൻ അസൂർ എന്ന കപ്പലിൻ്റെ മൂറിംഗ് ആണ്. ഈ കപ്പലിന് ശേഷം നാവിയസ് ടെമ്പോ എന്ന കപ്പലും വന്ന് കണ്ടെയ്നറുകൾ കയറ്റിപ്പോയി. സംഭവം പഴയ വീഡിയോ ആണെങ്കിലും മൂറിംഗ് നടത്തുന്നതിൻ്റെ ചില അടിപൊളി ദൃശ്യങ്ങൾ കൈവശമുണ്ടായിരുന്നു. ചില അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം യഥാസമയം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും പോർട്ടിലെ സ്റ്റാഫുകൾ കപ്പലിനെ പോർട്ടിനോട് ചേർത്ത് ബന്ധിപ്പിക്കുന്ന ചില നല്ല കാഴ്ചകൾ അത് ലേറ്റായിട്ടാണെങ്കിലും അപ്ലോഡ് ചെയ്യുകയാണ്. എല്ലാ പേരും വീഡിയോ അവസാനം വരെയും കാണണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ചെയ്യണം. അപ്പോൾ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. മാരിൻ അസൂറിനെ പുലിമുട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്ന് തിരിക്കുകയാണ്. 2 ടഗുകൾ ഡോൾഫിൻ 35-ഉം ഡോൾഫിൻ 28-ഉം ആണ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 860ഓളം കണ്ടെയ്നറുകൾ കയറ്റാനുണ്ട്. ഇപ്പോൾ കപ്പലിനെ ടഗുകൾ പോർട്ടിൻ്റെ ബെർത്തിലേക്ക് തള്ളി അടുപ്പിക്കുകയാണ്. സാമാന്യം നല്ല വേഗതയിൽ തന്നെയാണ് കപ്പലിനെ തള്ളിക്കൊണ്ടു പോകുന്നത്. പുലിമുട്ടിലെ ടെട്രാപോഡുകളെയും കപ്പലിനെയും ചേർത്ത് നോക്കിയാൽ വേഗത മനസ്സിലാകും. ശരിക്കും കപ്പലും ബെർത്തും തമ്മിൽ ഇപ്പോഴും നല്ല ദൂരമുണ്ട്. അതായത് ഈ പുലിമുട്ടിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന് പോലും വന്ന് തിരിയാനുള്ള സ്പേസ് ഉണ്ട്. ലോകത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് MSC ഐറിന ആണല്ലോ. ആ കപ്പലിന് 400 മീറ്ററോളം നീളവും 61.5 മീറ്ററോളം വീതിയുമുണ്ട്. 24,346 TEU കപ്പാസിറ്റിയുമുണ്ട്. മാരിൻ അസൂറിന് 249.5 മീറ്റർ നീളവും 37.5 മീറ്റർ വീതിയുമുണ്ട്. മാരിൻ അസൂർ ഇവിടെ നിന്നും കൊളംബോയിലേക്കും പിന്നീട് അവിടെ നിന്നും ഇന്ത്യയിലെ തന്നെ എന്നൂർ തുറമുഖത്തേക്കും പിന്നെ തിരികെ കൊളംബോയിലേക്കും എത്തിയിട്ടുണ്ട്. നാവിയസ് ടെമ്പോ ഇവിടെ നിന്ന് കൊളംബോയിലേക്ക് പോയ ശേഷം ഇപ്പോൾ എന്നൂറിലേക്ക് പോകുന്നു. കപ്പലിനെ തള്ളി നീക്കുന്ന മനോഹരമായ കാഴ്ച കണ്ടോ? സാൻ ഫെർണാണ്ടോ ഇവിടെ നിന്ന് കൊളംബോയിലേക്ക് പോയ ശേഷം ഇപ്പോൾ ദമാമിലേക്ക് പോവുകയാണ്. ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സീസ്പാൻ സാൻഡോസ് എന്ന കപ്പൽ കൊളംബോയിൽ നിന്നും ഒമാനിലെ സലാല തുറമുഖത്തേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ കപ്പൽ കൊളംബോയിൽ നിന്നും എന്നൂർ പോർട്ടിലേക്കും പോയിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് കൊളംബോയിൽ നിന്നും ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് സ്ഥിരമായി സർവീസ് നടത്തുന്നവയാണ് ഈ കപ്പലുകൾ. ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ പ്രധാന കേന്ദ്രം കൊളംബോ പോർട്ടാണ്. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകൾ ഡയറക്റ്റായി വിഴിഞ്ഞം തുറമുഖത്തേക്ക് വന്നാൽ രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന നേട്ടം ചില്ലറയല്ല.
മുമ്പ് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്ലാന്റിൻ്റെ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമാണ് ഈ തൊട്ടടുത്ത് കാണുന്നത്. കൊറോഷൻ കാരണം പിന്നീട് ആ പ്ലാന്റ് പൊളിച്ചു മാറ്റുകയായിരുന്നു. ഒരു ടഗ് മാത്രമാണ് ഇപ്പോൾ തള്ളുന്നത്. അവസാനവട്ട ലെവൽ കറക്റ്റിംഗ് നടക്കുകയാണ്. ശരിക്കും ടഗ് ഒരു ചെറിയ സംഭവമല്ല. ആ പോകുന്ന ടിപ്പറും ടഗും തമ്മിലുള്ള സൈസ് വ്യത്യാസം ഒന്ന് നോക്കൂ. ആ ടിപ്പറും ചെറുതല്ല, നമ്മൾ ടോറസ് എന്ന് വിളിക്കുന്ന വലിയ ടിപ്പറാണ്. കപ്പലിനെ തള്ളി മാറ്റുന്നതിനുള്ള പവറും ബോഡിക്ക് ബലവുമൊക്കെ വേണമല്ലോ ടഗിന്. തിരമാലകൾ ഒരു രക്ഷയുമില്ല. വെറുതെയല്ല ഇന്ന ബ്രേവ്മാനും എക്കോ വേവ് പവർ ഗ്ലോബലും വിഴിഞ്ഞത്തെ നോട്ടമിട്ടിരിക്കുന്നത്. ഈ തിരമാലകൾ തന്നെ കാരണം. ഇന്ന ബ്രേവ്മാനെ പറ്റിയും എക്കോ വേവ് ഗ്ലോബലിനെ പറ്റിയും മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായി ചെയ്തിട്ടുണ്ട്, അത് കാണുക. പുലിമുട്ടിനുള്ളിൽ നിൽക്കുന്ന കപ്പൽ ഈ തിരമാലകളിൽ നിന്നും പൂർണ്ണമായും സുരക്ഷിതമാണ്. കപ്പൽ ഏകദേശം ബെർത്തിനോടടുത്തു. പോർട്ടിലെ സ്റ്റാഫിനെ കാണാം. ആരൻ അസൂർ കെ സൈലൻ്റ് ആണ്. പനാമയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണ്. ഇവിടുത്തെ ടാക്സ് ഇളവുകളും നിയമങ്ങളുടെ നൂലാമാലകളുടെ കുറവും കാരണം ലോകത്തിലെ ബഹുഭൂരിപക്ഷം കപ്പലുകളും പനാമ, ലൈബീരിയ, മാർഷൽ ദ്വീപുകൾ എന്നീ രാജ്യങ്ങളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ STS ക്രെയിനിന് താഴെ നിൽക്കുന്ന ആളിനെയും ക്രെയിനിനെയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ, ആ സൈസ് വ്യത്യാസം. ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കൂ. മത്സ്യബന്ധന ബോട്ടുകൾ ഹാർബറിനുള്ളിലേക്കും പുറത്തേക്കും പോകുന്നു. മുകളിലേക്ക് കണ്ടെയ്നറുകൾ ശരിക്കും നല്ലവണ്ണം ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ആദ്യ ലെയറിൽ കാണുന്നത് പോലെ ക്രോസ് ചെയ്ത് ബന്ധിപ്പിച്ചിരിക്കുന്നത് മുകളിലേക്ക് കാണാനില്ല.
കൂടുതൽ ഉദ്യോഗസ്ഥർ ബെർത്തിലേക്കെത്തി. ഇപ്പോഴും കപ്പൽ ബെർത്തിനോട് ചേർന്നിട്ടില്ല, ബെർത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിൻ്റെ പോർട്ട് സൈഡിൽ നിന്നും വടം ബെർത്തിലേക്ക് ഇട്ടുകൊടുത്തു. ഉദ്യോഗസ്ഥർ അതെടുത്ത് ബെർത്തിൽ ഉറപ്പിക്കാൻ നോക്കുകയാണ്. കപ്പലിൻ്റെ പിറകുവശത്തെ സ്റ്റേൺ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ വലതുവശത്തെ സ്റ്റാർബോർഡ് എന്നും മുൻഭാഗത്തെ ബോ എന്നും വിളിക്കുന്നു. പോർട്ട് സൈഡിലെ വടം കരയിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വടം എത്ര പേർ ചേർന്നാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കുക. നല്ല ഭാരം കാണും. കുറച്ചുകൂടി അവർ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ ഇത്രയും പേർ വേണ്ടി വരില്ലായിരിക്കും. ഇതുപോലുള്ള പണികൾക്ക് എക്സ്പീരിയൻസ് വളരെ അത്യാവശ്യമാണ്. പോർട്ട് പുതിയത്, സ്റ്റാഫുകൾ പുതിയത്, ക്രെയിനുകൾ പുതിയത്. അപ്പോൾ സ്റ്റാഫുകൾ എക്സ്പീരിയൻസ്ഡ് ആകാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ 3 കണ്ടെയ്നർ ഷിപ്പുകൾ വന്നു പോയല്ലോ. അപ്പോൾ കണ്ടെത്തിയ പിഴവുകളും കുറവുകളും പരിഹരിക്കാൻ 2 ആഴ്ചത്തേക്ക് പോർട്ട് അടച്ചിരിക്കുകയാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയ ശേഷം ഉടനെ തന്നെ പൂർവാധികം ശക്തിയോടുകൂടി തുറമുഖം വീണ്ടും പ്രവർത്തനം ആരംഭിക്കും. മുൻപ് കോവിഡ് കാലത്ത് ഈ തുറമുഖത്തിലൂടെ ധാരാളം ക്രൂ ചേഞ്ച് നടന്നിരുന്നു. അന്ന് ഇവിടെ ക്രൂ ചേഞ്ച് നടത്തിയ ഒരു കപ്പലിലെ ക്യാപ്റ്റൻ ഈ തുറമുഖത്തെ വിശേഷിപ്പിച്ചത് ഡാർലിംഗ് പോർട്ട് എന്നാണ്. ഇവിടെ ക്രൂ ചേഞ്ച് നടത്താനുള്ള കാരണം എയർപോർട്ട് വളരെ അടുത്താണ് എന്നതാണ്. കിലോമീറ്റർ ദൂരമേ ഉള്ളൂ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടും തുറമുഖവും തമ്മിൽ. സ്റ്റേൺ ഭാഗത്തു നിന്നുമുള്ള വടത്തിനെ ബന്ധിപ്പിക്കുന്ന കയർ എറിഞ്ഞുകൊടുത്തു. സ്റ്റാഫുകൾ കയർ വലിച്ചെടുക്കുന്നു. കനം കൂടിയ വടത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ചെറിയ കയറാണ് ആദ്യം എറിഞ്ഞുകൊടുക്കുന്നത്. നാല് വടങ്ങൾ വലിച്ചു കെട്ടുന്നുണ്ട്.
പുലിമുട്ട് നിർമ്മാണത്തിനുള്ള കമ്പിയുമായി ട്രക്ക് പോകുന്നു. വെള്ളത്തിൽ വീണ വലിയ വടത്തെ വലിച്ചു കയറ്റുന്നു. വലിയ വടത്തെ ബെർത്തിൽ എത്തിച്ചു. വടം കുറ്റിയിൽ ഉറപ്പിച്ചു. ഇനി ആ വടത്തെ കപ്പലിലെ മോട്ടോർ ഓൺ ചെയ്ത് ബലപ്പിക്കും. ഈ വടമാണ് കരയിൽ ബന്ധിപ്പിച്ചത്. വടം ഉയർന്നു വരുന്നത് കണ്ടോ? ഈ രീതിയിൽ ബാക്കി 3 വടവും കരയിലെ കുറ്റിയുമായി ബന്ധിപ്പിക്കും. വടം ടൈറ്റായി വരുന്നു. അടുത്ത വടം എറിഞ്ഞു കൊടുക്കാൻ തയ്യാറെടുക്കുന്നു. ചൈനീസ് വംശജരാണ് കപ്പലിലെ ജീവനക്കാർ. ചിലപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ കാണുമായിരിക്കും. ക്യാപ്റ്റനാണെന്ന് തോന്നുന്നു മറ്റു സ്റ്റാഫുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. കപ്പലിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവർ തന്നെയെന്ന് തോന്നുന്നു. രണ്ട് വടങ്ങൾ കരയിലേക്ക് ബന്ധിപ്പിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ വടം കരയുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. മൂന്നാമത്തെ വടവും കരയിലെത്തി.
നാലാമത്തെ വടവും എത്തി. ചെറിയ കയർ തിരികെ വലിച്ചെടുക്കുകയാണ്. മൂന്നാമത്തെയും നാലാമത്തെയും വടം ടൈറ്റ് ചെയ്യുന്നു. എല്ലാ വടവും ടൈറ്റ് ചെയ്തു. മാരിൻ അസൂറിനെ മൂറിംഗ് നടത്തുന്ന വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ സന്ദർശിക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.